ഈദ് മുബാറക്ക് ആശംസകൾ. വെളുത്തുള്ളി 8 എണ്ണം, ഇഞ്ചി 2 കഷ്ണം, പച്ചമുളക് 5 എണ്ണം എന്നിവ ചതച്ചെടുക്കുക. എന്നിട്ട് ഒരു തട്ടിലേക്ക് വലിയ ഉള്ളി 2 എണ്ണം, തക്കാളി 4 എണ്ണം ചതച്ചത് 1 നുള്ളും, മല്ലിച്ചപ്പ്, പുതിന, കറിവേപ്പില, മല്ലിപ്പൊടി, മഞ്ഞപ്പൊടി, ഗരം മസാല, കുരുമുളക്, മുളക് പൊടി, പെരുംജീരകപ്പൊടി, ഉപ്പ്, നാരങ്ങാനീര്, തൈര് എന്നിവ ചേർത്ത് നല്ലതുപോലെ മിക്സ് ചെയ്യുക. എന്നിട്ട് കോഴി ചേർത്ത് നല്ലതുപോലെ ഒന്നുകൂടെ മിക്സ് ചെയ്ത് 2 മണിക്കൂർ അടച്ചു വെക്കാം. അപ്പോൾ ഈ വീഡിയോ കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. 3 ഗ്ലാസ് അരി അളന്നെടുക്കുക. എന്നിട്ട് കഴുകി വൃത്തിയാക്കി ഒരു അരിപ്പയിലേക്ക് മാറ്റി വെക്കുക. 3 ഗ്ലാസ് അരിക്ക് 4.5 ഗ്ലാസ് വെള്ളമാണ് എടുക്കേണ്ടത്. ഇനി നമുക്ക് ഒരു ചട്ടി വെച്ചിട്ടുണ്ട്. അതിലേക്ക് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. ഇനി നെയ്യും ഒഴിക്കുക. എന്നിട്ട് അണ്ടിപ്പരിപ്പ് ഇട്ട് കൊടുത്ത് മുന്തിരിയും ഇട്ട് കൊടുത്ത് നമുക്ക് വറുത്ത് കോരിയെടുക്കാം. ഇനി നമുക്ക് അത് കോരിയെടുത്തിട്ട് ഉള്ളിയും ഇതുപോലെ വറുത്ത് കോരിയെടുക്കുക. ഉള്ളി കോരിയെടുത്തിട്ട് നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള കറിവേപ്പില, മല്ലിച്ചപ്പ്, പുതിന, അതുപോലെ ഏലക്കായയും കറാമ്പും കറുകപ്പട്ടയും പൊടിച്ചെടുത്തതാണ്. ഇനി ഉള്ളിയും നമ്മൾ വറുത്തെടുത്ത മുന്തിരിയും എടുത്ത് എല്ലാതും കൂടെ മിക്സ് ചെയ്യുക. മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആവശ്യമായ വെള്ളത്തിലേക്ക് ആവശ്യമായ ഉപ്പ് ഇട്ട് കൊടുക്കുക. ഇനി അതിലേക്ക് പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചതും ഇട്ട് കൊടുക്കുക. കുറച്ച് നമ്മൾ വറുത്ത് കോരിയ നെയ്യും ഒഴിച്ചു കൊടുക്കുക. ഇനി അടച്ചു വെച്ച് വെള്ളം തിളപ്പിക്കുക. വെള്ളം തിളച്ച് വന്നിട്ടുണ്ട്. നമുക്കതിലേക്ക് അരി ഇട്ട് കൊടുക്കുക. ഇനി ഒന്ന് ഇളക്കി യോജിപ്പിച്ച് 5 മിനിറ്റ് ആകുമ്പോഴേക്കും അരി വെന്തിട്ടുണ്ടാവും. ഇനി നമുക്ക് ദമ്മിട്ട് തുടങ്ങാം. അതിനെ കുറേശ്ശെയായിട്ട് അരി ചോറിട്ട് കൊടുത്ത് നമുക്ക് അതിലേക്ക് ഉള്ളിയും ഇട്ട് കൊടുത്ത് ദമ്മിട്ടിട്ടുണ്ട്. 15 മിനിറ്റ് നല്ലതുപോലെ കത്തിക്കുക. എന്നിട്ട് 45 മിനിറ്റ് കണല് മേലേക്ക് കോരിയെടുത്ത് വെച്ച് അങ്ങനെ 45 മിനിറ്റ് വെക്കുക. കണലെല്ലാം മാറ്റിയെടുത്തിട്ട് നമുക്ക് തുറന്ന് നോക്കി ദമ്മ് പൊട്ടിക്കുക. ഇനി നല്ലതുപോലെ മിക്സ് ചെയ്ത് എടുക്കുക. അങ്ങനെ നമ്മുടെ ബിരിയാണി റെഡിയായി.